ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ വേറൊരു ക്ലാസ്സിൽ ഒരു പുതിയ മൊഡ്യൂളുമായിട്ടാണ് വരുന്നത്. നമ്മളിനി തേർഡ് മൊഡ്യൂളാണ് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റൽ ബജറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് എന്താണ് ക്യാപിറ്റൽ ബജറ്റിംഗ്, ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്, then what are its features or characteristics, then process of capital budgeting, then അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സിൽ നമുക്ക് കുറച്ച് കമ്പ്യൂട്ടേഷനൊക്കെ വരുന്നുണ്ട്. ഒരു പേ ബാക്ക് പീരീഡ്, ARR, IRR, NPV, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് തിയറിയും കുറച്ച് പ്രോബ്ലമാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ NPVയും IRRും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്താണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്കേഴ്സ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കേഴ്സ് റിസോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു ഫണ്ട് നമ്മൾ ഒരിക്കലും ഐഡലായിട്ട് നോൺ പ്രൊഡക്റ്റീവായി വെക്കാനായിട്ട് അൺപ്രൊഡക്റ്റീവായി വെക്കാൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേം ഇൻവെസ്റ്റ് ദയർ ക്യാപിറ്റൽ ഓർ ഫണ്ട് ഇൻ ദ ലോങ് ടേം അസറ്റ്സ് ഓർ പ്രൊപ്പോസൽസ്. അപ്പോൾ അവരവരുടെ കയ്യിലുള്ള ഫണ്ട് വെറുതെ ഇങ്ങനെ അൺപ്രൊഡക്റ്റീവായി വെക്കുന്നതിന് പകരം അവരെ ലോങ് ടേം അസറ്റ്സിൽ അല്ലെങ്കിൽ ലോങ് ടേം പ്രൊജക്റ്റുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പണം നമ്മൾ ഇന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ ദ കമ്പനി വിൽ ഗെറ്റ് റിട്ടേൺ ഓർ ബെനഫിറ്റ് ഓൺലി ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിൽ നിന്നുള്ള റിട്ടേൺ അല്ലെങ്കിൽ ബെനഫിറ്റ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക് കൂടുതലാണ് അതിന്. അപ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്, കാരണം നമ്മളൊരു ഹ്യൂജ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ബെനഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിലുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ അഥവാ നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് മീനിങ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ക്യാപിറ്റൽ ബജറ്റിംഗ് അതിനെ ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ in the long term investment project to generate profit. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓർഗനൈസേഷൻ അവരുടെ റിസോഴ്സസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കമ്പനീസ് ഡിസിഷൻ ടു ഇൻവെസ്റ്റ് ഇറ്റ്സ് കറൻറ്റ് അവൈലബിൾ ഫണ്ട് ഇൻ ലോങ് ടേം ആക്ടിവിറ്റീസ്. അപ്പോൾ ലോങ് ടേം ആക്ടിവിറ്റീസിൽ ഇപ്പോൾ കറൻറ്റ് അവൈലബിൾ ഫണ്ട് ലോങ് ടേം ആക്ടിവിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ ഡിസിഷൻ. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് ഫ്യൂച്ചർ റിട്ടേൺസ് കിട്ടും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനോട് കൂടെ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. നോക്കാം നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇൻ ദ വേർഡ്സ് ഓഫ് RM ലിഞ്ച്, RM ലിഞ്ചിൻ്റെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് കൺസിസ്റ്റ് ഇൻ പ്ലാനിങ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ. എന്തിനു വേണ്ടി, ഫോർ ദ പർപ്പസ് ഓഫ് മാക്സിമൈസിങ് ദ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫേം. ഇപ്പോൾ ഫേമിൻ്റെ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി, അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള അവരുടെ ആ ഒരു ലാഭക്ഷമത, അപ്പം ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ
അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എംപ്ലോയ് ചെയ്യുന്ന അതിനെയാണ്. അത് എങ്ങനെ എംപ്ലോയ് ചെയ്യാം അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ്. അപ്പോൾ ലിഞ്ചിൻ്റെ വേർഡ്സ്, RM ലിഞ്ചിൻ്റെ വേർഡ്സിൽ അതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് കൺസിസ്റ്റ് ഇൻ, അതെന്തായാലും ഉൾക്കൊള്ളുന്നത് പ്ലാനിങ് ദ എംപ്ലോയ്മെന്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ, ലഭ്യമായിട്ടുള്ള മൂലധനം അത് എങ്ങനെ എംപ്ലോയ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പർപ്പസ് ഓഫ് മാക്സിമൈസിങ് ദ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലെന്താ വരുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് സെലക്ടിങ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക, അല്ലേ? ഒരുപാട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? അപ്പം അത് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രപ്പോസൽസിലും, എല്ലാ പ്രൊജക്റ്റിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് ലിമിറ്റഡ് ആണ്, ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ഇവാലുവേറ്റ് ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തി അതിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് ഓർ പ്രപ്പോസൽസ് തിരഞ്ഞെടുക്കും. അപ്പം അതാണ് ഈ പ്ലാൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യാം? ക്യാപിറ്റൽ ബജറ്റിംഗ്, അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ്. ഇവാലുവേറ്റ് ചെയ്യണം, ദെൻ സെലക്ട് ചെയ്യണം. എന്താണ് ഇവാലുവേറ്റ് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുന്നത്? ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഓർ പ്രോജക്ട്സ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഓർ പ്രൊജക്റ്റ്. എന്തിനു വേണ്ടിയിട്ട്? ടു മാക്സിമൈസ് ദ ഇൻവെസ്റ്റേഴ്സ് വെൽത്ത്, ഇൻവെസ്റ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അപ്പൊ ഇതാണ് എന്ത്? ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ ബജറ്റിംഗ് ഈസ് ബേസിക്കലി ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ് ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ഇതിന് വേണ്ടിയിട്ട് വിച്ച് മാക്സിമൈസ് ദ ഇൻവെസ്റ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അപ്പൊ സിംപ്ലി നമ്മൾ ഇങ്ങനെ അതിനെ മെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ബേസിക്കലി ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ് ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് which maximize the investors wealth or shareholders wealth. അപ്പോൾ ഇതാണ് എന്ത്? ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഓർ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് ഓർ നേച്ചർ ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് നോക്കാം. ക്യാപിറ്റൽ ബജറ്റിങ്ങിന്റെ നേച്ചർ ഓർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റിലെ അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ലോങ് ടേം പെർമനന്റ് അസറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യമാണ്? ഹ്യൂജ് ഫണ്ട് ആവശ്യമാണ്. അപ്പൊ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. നമുക്ക് ഫസ്റ്റ് ഫീച്ചർ എന്ത് പറയാം? ഇറ്റ് നീഡ് ഹ്യൂജ് ഫണ്ട്. നമുക്ക് ധാരാളം ഫണ്ട് ആവശ്യമാണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഇൻവോൾവ് ഹ്യൂജ് ഫണ്ട് ഓർ എക്സ്പെൻഡിച്ചർ ഓഫ് ഹൈ വാല്യൂ. അപ്പോൾ നമുക്ക് ധാരാളം ഫണ്ട് ആവശ്യമാണ്.
അപ്പം നമ്മൾ ഈ പെർമനന്റ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് എന്ന് പറയുമ്പോൾ അതെന്താ, എന്തൊക്കെയായിരിക്കാം അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ എക്സ്പാൻഡിങ് ബിസിനസ്, ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്, ദെൻ റീപ്ലേസിങ് ആൻഡ് മോഡേണൈസിങ് എ പ്രോസസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ പെർമനന്റ് അസറ്റ്സ്. ഇതൊക്കെയാണ് നമ്മൾ ലോങ് ടേം ബേസിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തണമെങ്കിലും, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും, ഒരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും, ദെൻ നമ്മുടെ നിലവിലുള്ള കറന്റ് പ്രോസസ്സ് ഓർ മെത്തേഡ് അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, അത് മോഡേണൈസ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ പെർമനന്റ് അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തണമെങ്കിൽ ഇതിനൊക്കെ ധാരാളം ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഹ്യൂജ് ഫണ്ടാണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. അപ്പോൾ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നതാണ് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് നമ്മൾ പറഞ്ഞതാണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. The decision is based on the estimated returns. അല്ലേ, നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എസ്റ്റിമേറ്റഡ് റിട്ടേൺസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഭാവിയിൽ നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടും എന്നുള്ള ആ ഒരു എസ്റ്റിമേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ ന്യൂ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല സെയിൽസ് ഉണ്ടാകും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ആ പുതിയ പ്രോഡക്റ്റ് വന്ന് അത് വിറ്റ് നമുക്ക് ഇത്ര വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു എസ്റ്റിമേഷൻ, അത് എസ്റ്റിമേറ്റ് ചെയ്ത് ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് എന്താവശ്യമാണ്? ഹ്യൂജ് ഫണ്ട് നമുക്ക് ആവശ്യമാണ്. ഒരു ലോങ് ടേം ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം റിസ്ക് ആണ്. അപ്പം ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് അതിലുണ്ടായിരിക്കും. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് നമുക്ക് ലഭിക്കണം എന്നില്ല. അപ്പം ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് ഒരു പ്രശ്നമാണ് അല്ലേ. നമുക്കറിയാം ഫ്യൂച്ചർ റിട്ടേൺ ബേസ് ചെയ്ത് വരുന്നതാണ്, ഫ്യൂച്ചർ അൺസേർട്ടൺ ആണ്. അപ്പോൾ ഫ്യൂച്ചറിലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല. നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റും റിസ്ക്കും റിട്ടേണൊന്നും ചിലപ്പോൾ നമുക്ക് എന്ത് വേണമെന്നില്ല, ആക്ച്വലി നമുക്ക് അത് വരണമെന്നില്ല. അപ്പം അത് റിസ്ക് കൂടുതലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഫ്യൂച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ്, അതുകൊണ്ട് ഇത് റിസ്ക് കൂടുതലായിരിക്കും. ദെൻ തേർഡ് വൺ പറയുന്നത് ഇറ്റ് അഫക്റ്റ് ഫ്യൂച്ചർ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. അപ്പോൾ തേർഡ് വൺ അതാണ്, ക്യാപിറ്റൽ ബജറ്റിംഗ് അഫക്ട്സ് ദ ഫ്യൂച്ചർ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ഫേമിൻ്റെ ഫ്യൂച്ചർ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തിനെ ഇത് ബാധിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കമ്പനിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു സെൻസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണെങ്കിൽ കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനത് സഹായിക്കും. എന്നാൽ ഒരു റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേ ലീഡ്സ് ടു ബിസിനസ് ഫെയിലിയർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് സെൻസിബിൾ ആണ്, അത് നല്ലതാണ്, ഫേവറബിൾ ആണ്, ബെറ്റർ ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഫേമിനെ സഹായിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്നത് റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണെങ്കിൽ ബിസിനസ് ഫെയിലിയർ ആകുന്നതിനെ കാരണമാകുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു, ഒരു ഡിസിഷൻ എടുത്തു, ഉള്ള ഫണ്ട് മുഴുവൻ അതിൽ ഇൻവെസ്റ്റായി, മാർക്കറ്റിൽ വന്നപ്പോൾ അത് ഫ്ലോപ്പായി ആ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്ടാകുക? ഒരു ഹ്യൂജ് ഫിനാൻഷ്യൽ ക്രൈസിസ് സ്ഥാപനത്തിലുണ്ടാകും, അത് അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ബജറ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഡിഫിക്കൽട്ട് ഡിസിഷനാണ്.
ഡിഫിക്കൾട്ട് ഡിസിഷൻ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞത് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡഡ് ആണ്, ഫ്യൂച്ചർ ഡിപ്പെൻഡഡ് ആണ്, അത് ഭാവിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. ഗ്രാബ് ചെയ്യുക മീൻസ് നമ്മൾ പറയില്ലേ ചാടി പിടിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പം നമുക്ക് ഭാവിയിലെ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസരം ഏതാണ്, അപ്പം അത് നമുക്ക് മുൻകൂട്ടി കാണുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ലോങ് ടേം ബേസിൽ വരുന്നതാണ്, അപ്പം അതിൽ നിന്ന് ഒരു എസ്റ്റിമേറ്റഡ് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം ഘടകങ്ങൾ വരുന്നുണ്ട്. ഇന്റേണലായിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് കൺട്രോൾ ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് കണ്ടെത്തുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൾട്ട് ഡിസിഷൻ ആണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ഡിഫിക്കൾട്ട് ഡിസിഷൻ. ഇപ്പം തീരുമാനമെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ലാർജ് പ്രോഫിറ്റ്. ഫിഫ്ത്ത് വൺ പറയുന്നതാണ് എസ്റ്റിമേഷൻ ഓഫ് ലാർജ് പ്രോഫിറ്റ്. എസ്റ്റിമേഷൻ ഓഫ് ലാർജ് പ്രോഫിറ്റ്. ഇപ്പം ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണെങ്കിലും ഇപ്പം കമ്പനി ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് നമുക്ക് ലോങ് ടേം ബേസിൽ ഒരു ലാർജ് ഓർ ഡിസൈറബിൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാം എന്നുള്ള ആ ഒരു ഇതോടുകൂടിയാണ്. ഇപ്പം നമ്മളിപ്പോൾ അതിപ്പോൾ ലോങ് ഡിസിഷൻ വേണമെന്നൊന്നുമില്ല, നമ്മളായാലും നമ്മുടെ കയ്യിലുള്ള ചെറിയ പൈസയായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എങ്ങനെയാണ്, നമുക്ക് ഭാവിയിൽ ഇത്രയും കൂടി നേട്ടം കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലേ. 100 രൂപ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ലാഭമില്ലാത്തതിന് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുമോ. നമ്മൾ ആ 100 രൂപയ്ക്ക് അതിൽ നിന്ന് മാക്സിമം റിട്ടേൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ്, അവിടെയാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെയാണ് എല്ലാ കമ്പനികളും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അവർ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇവർ ലോങ് ടേം ബേസിൽ ഇവർക്ക് ഒരു റീസണബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റണം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവോട് കൂടെയാണ് കമ്പനി ആ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 5th പോയിൻ്റാണ് പറഞ്ഞത് എസ്റ്റിമേഷൻ ഓഫ് ലാർജ് പ്രോഫിറ്റ്. ഇപ്പോൾ ലോങ് ടേം ബേസിൽ നമ്മൾ ഡിസൈറബിൾ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള അസംഷനോട് കൂടെയാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കമ്പനി എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് പറയാം എന്ത് ലോങ് ടേം ഇഫക്റ്റ് അല്ലേ. ലോങ് ടേം ഇഫക്റ്റ് നമുക്ക് ഫ്യൂച്ചറിലാണ് എന്ത് ലഭിക്കുന്നത്, ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റ് ഓഫ് ദ ഡിസിഷൻ ടേക്കൺ ടുഡേ വെദർ ഫേവറബിൾ ഓർ അൺഫേവറബിൾ വിൽ ബി വിസിബിൾ ഇൻ ദ ഫ്യൂച്ചർ ഓർ ലോങ് ടേം. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് അതിപ്പോൾ ഫേവറബിൾ ആണെങ്കിലും അൺഫേവറബിൾ ആണെങ്കിലും നമുക്കത് എപ്പോഴേ കാണാൻ പറ്റുള്ളൂ, ഫ്യൂച്ചറിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ന്യൂ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റിൽ ഇറക്കി അതിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് കിട്ടണം. അപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നമുക്കതിൽ നിന്ന് അല്ലേ നമ്മളിപ്പോൾ ആ എടുക്കുന്ന ഡിസിഷൻ നമുക്ക് ഫേവറബിൾ ആണെങ്കിലും അൺഫേവറബിൾ ആണെങ്കിലും അത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ലോങ് ടേമിലാണ് നമുക്കതിൻ്റെ ആ ഡിസിഷൻ എടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത് ലോങ് ടേം ഇഫക്റ്റിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇറിവേഴ്സിബിൾ ഡിസിഷൻ. ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ഡിസിഷനാണ്. ഇറിവേഴ്സിബിൾ ഡിസിഷൻസ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഈസ് ഇറിവേഴ്സിബിൾ. എന്തുകൊണ്ടാണ് അത് ഇറിവേഴ്സിബിൾ ആണ് എന്ന് പറയുന്നത്? എ ഡിസിഷൻ വൺസ് ടേക്കൺ, നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടഫ് ടു ബി അമെൻഡഡ് ഓർ ഓൾട്ടേഡ്. ആ തീരുമാനം ഓൾട്ടർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് അമെൻഡ് ചെയ്യുന്നതിന് വളരെയധികം
ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, നമുക്കറിയാം ഇത് ലോങ് ടേം ബേസിലെ പെർമനൻ്റ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഹൈ വാല്യൂ ഓഫ് അസറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ വിച്ച് മെ നോട്ട് ബി സോൾഡ് അറ്റ് ദ സെയിം പ്രൈസ് വൺസ് പർച്ചേസ്ഡ്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള അതേ വിലയ്ക്ക് തന്നെ നമുക്കത് വിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതിനുള്ള മാർക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഡെസ്ക് ടോപ്പാണ്, നമ്മൾ 10-30,000 രൂപ കൊടുത്ത് നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങി. ഇനി നമുക്കത് പകരം മാറ്റി ലാപ്ടോപ്പ് വേണമെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ 30,000 രൂപ കൊടുത്ത് നമ്മൾ ഡെസ്ക്ടോപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് കിട്ടില്ല. സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റിനെ നമുക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ വാങ്ങിയ വില ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് മാറ്റി അത് റീപ്ലേസ് ചെയ്ത് പകരം നമ്മൾ ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം എത്ര പർച്ചേസ് ചെയ്ത വില നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഇറിവേഴ്സിബിൾ ആണ് ഡിസിഷനാണ് എന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ ഭയങ്കര ടഫാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ നമുക്കൊരു മാർക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കിട്ടിയ വില മതി എന്നുള്ള രീതിയിൽ നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് നമ്മൾ ആ ഹെവി ബേർഡൻ ഏൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതൊരു ഇറിവേഴ്സിബിൾ ഡിസിഷനാണ്. അപ്പോൾ ഇത്രയാണ് ഏതിൽ പറയുന്നത്, ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂജ് ഫണ്ട് ആവശ്യമാണ്, പിന്നെ ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് ഉണ്ടായിരിക്കും, ദെൻ ഫേമിൻ്റെ ഫ്യൂച്ചർ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ഡിസിഷനാണ്, അത് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ദെൻ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് എസ്റ്റിമേഷൻ ഓഫ് ലാർജ് പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ഒരു ലാർജ് പ്രോഫിറ്റ് ഒരു റീസണബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള എസ്റ്റിമേഷനോട് കൂടെയാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നത്. ദെൻ അത് ലോങ് ടേം എഫക്റ്റ് ആണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വെദർ ഇറ്റ് ഈസ് ഫേവറബിൾ ഓർ അൺഫേവറബിൾ വിൽ ബി വിസിബിൾ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലാണ് നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ഇറിവേഴ്സിബിൾ ഡിസിഷൻ. ഇതൊരു ഇറിവേഴ്സിബിൾ ഡിസിഷനാണ്. നമുക്ക് ഹൈ വാല്യൂ അസറ്റ്സ് ആണ് അതിൽ വരുന്നത്, വിച്ച് മെ നോട്ട് ബി സോൾഡ് അറ്റ് ദ സെയിം പ്രൈസ് വൺസ് പർച്ചേസ്ഡ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലെ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം നമുക്കറിയാം. അപ്പം നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സ് പറഞ്ഞതിൽ നിന്ന്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് കണ്ടതിൽ നിന്ന് നമുക്കറിയാം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ വെരി ക്രൂഷ്യൽ ആൻഡ് ക്രിട്ടിക്കൽ ബിസിനസ് ഡിസിഷൻ, അല്ലേ? വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഡിസിഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് കൺസേണിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഫോർ ലോങ് പീരീഡ്. നമ്മൾ ലോങ് പീരീഡിലേക്ക് എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് കൺസേണിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ലാഭക്ഷമത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കുറേ ഫണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകില്ല. അപ്പം നമ്മൾ പറഞ്ഞു ലോങ് ടേം പീരീഡിലേക്ക് നമ്മൾ എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ലോങ് പീരീഡിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ മെയ്ഡ് പ്രോപ്പർലി. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ത്രൂ ഇവാലുവേറ്റിംഗ് ദ പ്രപ്പോസൽസ്. അപ്പോൾ ആ ഓരോ പ്രപ്പോസൽസും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസും ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ അനുയോജ്യമായിട്ടുള്ള പ്രപ്പോസൽസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു
ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ്റെ നീഡ്സ്, ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതിനെ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നോക്കാം നമുക്ക് വാട്ട് ആർ ദ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ഒരു സ്ഥാപനത്തിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. ദെൻ ഫസ്റ്റ് വൺ പറയുന്നത് ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. നമ്മൾ ഏകദേശം ആ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ നീഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് പറയുന്നത് ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ഇപ്പം നമ്മൾ നേച്ചർ പറയുമ്പോൾ കണ്ടതാണ്, ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ഒരു നേച്ചർ നമ്മൾ ലോങ് ടേം ഇഫക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഹാവ് ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഫോർ ദ ഫേം. അതായത് വൺസ് എ ഡിസിഷൻ ഈസ് ടേക്കൺ, നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എഫക്റ്റ് വിൽ ബി ഫോർ എ ലോങ് പീരീഡ്. നമുക്കതിൻ്റെ എഫക്റ്റ് നമുക്കൊരു ലോങ് പീരീഡിലെ ശേഷമാണ് നമുക്കത് കിട്ടുന്നത്. അതേപോലെ തന്നെ അത് കമ്പനിയുടെ ഫ്യൂച്ചർ കോസ്റ്റ് സ്ട്രക്ചറിനെയും ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ ഒരു ഹ്യൂജ് ഫണ്ട് ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് 4-5 വർഷം കഴിഞ്ഞായിരിക്കും നമുക്കതിൽ നിന്ന് റിട്ടേൺസ് ഓർ പ്രോഫിറ്റ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ റിട്ടേൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും എക്സ്പാൻഷനൊക്കെ നമുക്ക് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ ഒരിക്കൽ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിൽ അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ദീർഘകാലത്തിന് ശേഷമാണ്. അതേപോലെ തന്നെ കമ്പനിയുടെ ഭാവിയിലുള്ള അവരുടെ ആ ഒരു കോസ്റ്റ് സ്ട്രക്ചർ ഗ്രോത്ത് ഇതൊക്കെ ഈ ഒരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റോങ് ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താ ഉണ്ടാവുക, ഫേമിൻ്റെ ലോങ് ടേം സർവൈവലിന് അത് ദോഷകരമായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഡിസിഷൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. റോങ് ഡിസിഷൻ ആണെങ്കിൽ ഇറ്റ് ഡിസാസ്ട്രസ് ഫോർ ദ ലോങ് ടേം സർവൈവൽ ഓഫ് ദ ഫേമിൻ്റെ ലോങ് ടേം സർവൈവലിനെ അത് ദോഷകരമായിട്ട് തീരും എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ലേക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസറ്റ് വുഡ് ഇൻഫ്ലുവൻസ് ദ കോമ്പറ്റേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഫേം അല്ലേ. നമ്മളിപ്പോൾ ഫിക്സഡ് അസറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിൽ ലോങ് ടേം ബേസിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കോമ്പറ്റേറ്റീവ് പൊസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഡിറ്റർമിൻ ദ ഫ്യൂച്ചർ ഡെസ്റ്റിനി ഓഫ് ദ കമ്പനി. ഇപ്പോൾ കമ്പനിയുടെ ഫ്യൂച്ചർ ഡെസ്റ്റിനി ഡിറ്റർമിൻ ചെയ്യുന്നത്, ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയില്ലേ, നമ്മുടെ ആ ഒരു ഫേറ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ വിധി അല്ലെങ്കിൽ നമ്മുടെ തലയിലെടുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഇതെങ്ങനെയായിരിക്കണം, നമ്മളെങ്ങനെയാവും എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഇന്നെടുക്കുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡിസിഷൻ ബിസിനസ്സിൽ. അപ്പോൾ ഫസ്റ്റ് വൺ അതാണ് പറയുന്നത്, ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. സെക്കൻഡ് വൺ പറയുന്നത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് large amount of fund, large amount of ഫണ്ട് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് അല്ലേ. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിങ്ങിൽ നമ്മളൊരു ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് നമുക്കതിൽ വരുന്നുണ്ട്
അല്ലേ? ഫിക്സഡ് അസറ്റിലെ പെർമനൻ്റ് അസറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഫണ്ട് ഓർ റിസോഴ്സസ് ആവശ്യമാണ്. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം ബിസിനസ്സിലെ കാണിക്കുന്നത്. അതായത് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ നീഡ് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഔട്ട്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫണ്ട്. ഒരു ധാരാളം എമൗണ്ട് ക്യാപിറ്റൽ നമുക്കിതിനെ ആവശ്യമാണ്. അപ്പോൾ ഇത് തന്നെ ഏത് പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് തോട്ട്ഫുൾ ആയിട്ടുള്ള വൈസായിട്ടുള്ള ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ഒരു കാര്യം നമുക്ക് അണ്ടർലൈൻ ചെയ്യുന്നു, അല്ലേ? ഒരു ധാരാളം ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഡിസിഷനാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എടുക്കുന്ന ഡിസിഷൻ വളരെ തോട്ട്ഫുൾ ആയിരിക്കണം, വൈസ് ഡിസിഷൻ ആയിരിക്കണം, കറക്റ്റ് ഡിസിഷൻ ആയിരിക്കണം. ആൻ ഇൻകറക്റ്റ് ഡിസിഷൻ വുഡ് നോട്ട് ഓൺലി റിസൾട്ട് ഇൻ ലോസ്. നമ്മളിപ്പോൾ തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് നഷ്ടം, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമുണ്ടാകുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ എന്തുകൊണ്ടാണ് പ്രിവെൻറ്റ് ദ ഫേം ഫ്രം ഏർണിംഗ് പ്രോഫിറ്റ് ഫ്രം അതർ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് കുഡ് നോട്ട് ബി അണ്ടർടേക്കൺ. അപ്പോൾ നമ്മൾക്ക് നഷ്ടം മാത്രമല്ല ഉണ്ടാക്കുക, പിന്നെ എന്തുണ്ടാക്കുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൽ നിന്ന് നമുക്ക് ലഭിച്ചേക്കാവുന്ന ഏർണിങ്സ് അത് പ്രിവെൻറ്റ് ചെയ്യുക കൂടെ ഏത് ചെയ്യുന്നുണ്ട്, ഒരു റോങ് ഡിസിഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഒരു 50 lakhs rupees ഉണ്ടെന്ന് വിചാരിക്കുക. 50 ലക്ഷം രൂപ കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ കമ്പനി അവരെന്ത് ചെയ്യുന്നു, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. ഇത് വെച്ചിട്ട് ബിസിനസ് എക്സ്പാൻഷനാണ് അവരെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മുന്നേ കിട്ടുന്ന അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടൊന്നും പോകണമെന്ന് ഇല്ല. അപ്പം നമ്മൾ കുറേ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. സപ്പോസ് നമ്മൾ എടുത്ത ഡിസിഷൻ ഇൻകറക്റ്റ് ആണ് എന്ന് വിചാരിക്കുക, ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബിസിനസ് ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് ഇതൊരു റോങ് ഡിസിഷൻ ഒരു ഇൻകറക്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് എന്തുണ്ട്, ലോസസ്, നഷ്ടം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഒരു ഹ്യൂജ് ഫിനാൻഷ്യൽ ക്രൈസിസും ലോസസും നമുക്കുണ്ടാകാം. ഒപ്പം തന്നെ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എന്ത് ഓപ്പർച്യൂണിറ്റി? ഈ ഒരു 50 lakh rupees നമ്മളൊരു പെർമനൻ്റ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ, ഒരു പെർമനൻ്റ് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇയർലി റിട്ടേൺ ലഭിച്ചിരുന്നേനെ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ഈ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ഈ ഒരു ഡിസിഷന് പകരം നമ്മൾ ഈ 50 ലക്ഷം രൂപ ഒരു പെർമനൻ്റ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടാം, അതിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ കിട്ടാം. അപ്പോൾ ഈ ഒരു തെറ്റായ ഡിസിഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ആ ഒരു ബെനഫിറ്റ് അത് നമുക്ക് ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ്റെ ബിസിനസ്സിലെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കുന്നത് തോട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം, വൈസ് ഡിസിഷൻ ആയിരിക്കണം, കറക്റ്റ് ഡിസിഷൻ ആയിരിക്കണം. അപ്പോൾ ഇൻകറക്റ്റ് ഡിസിഷൻ ആണെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് നഷ്ടമുണ്ട്, ഒപ്പം തന്നെ പ്രിവെൻറ്റ് ദ ഫേം ഫ്രം ഏർണിംഗ് ഫ്രം അതർ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് കുഡ് നോട്ട് ബി അണ്ടർടേക്ക്. നമ്മൾ ചെയ്യാത്ത ഒരു പ്രോജക്റ്റ്, അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു ചിലവ് ആ ഒരു ഓപ്ഷൻ നമുക്കവിടെ, ആ ഒരു ഓപ്പർച്യൂണിറ്റി അവസരം നമുക്കിവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 2 പ്രശ്നങ്ങളുണ്ട് ഒരു റോങ് ഡിസിഷൻ വരുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ക്യാപിറ്റൽ ബജറ്റിങ്ങിന് ഒരു സ്ഥാപനത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളത്. ദെൻ തേർഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ഡിസിഷൻ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. ഇറിവേഴ്സിബിൾ ഡിസിഷൻ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ്. ക്യാപിറ്റൽ ബജറ്റിംഗ് നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞതാണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഈസ്
ഇറിവേഴ്സിബിൾ ഡിസിഷൻ അല്ലേ, ഇറിവേഴ്സിബിൾ ആണ് എന്ന് പറഞ്ഞു. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ആർ ഇറിവേഴ്സിബിൾ. ഒട്ടുമിക്ക കേസുകളിലും ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ തന്നെയാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഔട്ട് എ മാർക്കറ്റ് ഫോർ സച്ച് അസെറ്റ്സ്. അത്തരം അസറ്റുകൾക്ക് നമുക്കൊരു മാർക്കറ്റ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമുക്കവിടെയുള്ള ഒരു ഓൺലി വേ എന്ന് പറയുന്നത് ഒന്നുകിൽ സ്ക്രാപ്പ് ദ ക്യാപിറ്റൽ അസറ്റ് സോ അക്വയർഡ് ആൻഡ് ഇൻഗർ ഹെവി ലോസ്. നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള അസറ്റ് സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്യാപിറ്റൽ അസറ്റ് സ്ക്രാപ്പ് ചെയ്യുക മീൻസ് നമ്മളിവിടെ ഉപേക്ഷിക്കുക. നമ്മൾ ആ അസറ്റ് മൊത്തം നമ്മൾ ചിലവാക്കിയ ഫണ്ട് കാശ് വേണ്ടാന്ന് വെക്കുക, എന്നിട്ട് നമ്മളൊരു ഹെവി ലോസ് അങ്ങോട്ട് ഏറ്റെടുക്കുക. അതാണ് മിക്കവാറും വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് പൈസ അല്ലേ സെക്കൻഡറി മാർക്കറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നമുക്ക് ഫണ്ട്, അപ്പോഴും നമുക്ക് ഫിനാൻഷ്യലായിട്ട് നമുക്കവിടെ ലോസസ് ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതും ഒരു ഇതാണ്. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഏസ്പെക്ട്സുകളും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഒരിക്കൽ നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓൾട്ടർ ചെയ്യാനായിട്ട് വളരെയധികം ടഫാണ്. അപ്പോൾ അത് വളരെയധികം പ്രാധാന്യമുണ്ട് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷനെ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. അപ്പോൾ ഫോർത്ത് ഇമ്പോർട്ടൻസ് നമുക്ക് എന്തു പറയാം? റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി. റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ്. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസിൽ നമുക്ക് എന്തുണ്ട്? റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി വളരെ കൂടുതലാണ്. അതായത് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഈസ് സറൗണ്ടഡ് ബൈ ഗ്രേറ്റ് നമ്പർ ഓഫ് അൺസർട്ടിനിറ്റീസ്. അപ്പോൾ ഒരുപാട് അൺസർട്ടിനിറ്റീസ്, അനിശ്ചിതാവസ്ഥ ഉള്ള ഒരു ഇതാണ് ഇത് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്കറിയാം ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷനിൽ എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഇൻ പ്രസൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോഴാണ് നടത്തുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇന്നാണ് നടത്തുന്നത്, പക്ഷേ റിട്ടേൺ ഈസ് ഇൻ ഫ്യൂച്ചർ. പക്ഷെ അതിൽ നിന്നുള്ള റിട്ടേൺ അല്ലെങ്കിൽ ബെനഫിറ്റ് അത് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസേർട്ടൺ ആൻഡ് ഫുൾ ഓഫ് റിസ്ക് അല്ലേ. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അൺസേർട്ടിനിറ്റിയാണ്, ഫുൾ ഓഫ് റിസ്ക്കും ആണ് അല്ലേ. ഭാവി ഇപ്പം എങ്ങനെയാണെന്ന് പറയും. ഇപ്പോൾ കൊറോണയ്ക്ക് ആയിട്ട് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പക്ഷേ ഈ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ച് ഇതങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റൊക്കെ ഭയങ്കര നല്ലതായി വരാം. അപ്പോൾ സിറ്റുവേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, എപ്പോൾ വേണമെങ്കിലും അതിലെന്തുണ്ടാകാം? ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് അത് അൺസേർട്ടൺ ആണെന്ന് പറയുന്നത്. അപ്പോൾ അൺസേർട്ടിനിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഫുൾ ഓഫ് റിസ്ക് തന്നെയായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ പീരീഡ് നീളുന്നതിനനുസരിച്ച്, പ്രൊജക്റ്റിൻ്റെ പീരീഡ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? റിസ്ക് ആൻഡ് അൺസേർട്ടിനിറ്റിയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആ കാലയളവ് അത് കൂടുന്നതിനനുസരിച്ച് റിസ്ക് ആൻഡ് അൺസേർട്ടിനിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇതൊരു ഹ്യൂജ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോങ് ടേം ബേസിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളതിൻ്റെ കോസ്റ്റും റവന്യൂവും പ്രോഫിറ്റും എല്ലാം എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാകുക. പക്ഷേ നമ്മൾ ഈ എസ്റ്റിമേറ്റ് ചെയ്ത് കോസ്റ്റും റവന്യൂവും പ്രോഫിറ്റും ഒന്നും എന്താവണമെന്നില്ല, ശരിയാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ എക്കണോമിക് ഫാക്ടേഴ്സും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഇതൊക്കെ ഇതിനെ ഈ റിട്ടേൺ പ്രോഫിറ്റിനെ റിട്ടേൺസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോസ്റ്റും റവന്യൂവും പ്രോഫിറ്റും അത് ഫ്യൂച്ചറിൽ അത് ശരിയാവണമെന്ന് ഇല്ല. അപ്പോൾ റിസ്ക് ആൻഡ് അൺസേർട്ടിനിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസിഷനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ നമുക്ക് എന്ത് പറയാം? ഡിഫിക്കൾട്ട് ടു മേക്ക് ഡിസിഷൻ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് അല്ലേ. ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഫീച്ചേഴ്സിലെ ഡിഫിക്കൾട്ട് റിസൾട്ടാണ്. അപ്പോൾ ഡിഫിക്കൾട്ട് ടു മേക്ക് ഡിസിഷൻ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ്. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിങ്ങിൽ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു
പ്രക്രിയയാണ്. നമ്മൾ ഓൾറെഡി ഫീച്ചേഴ്സിൽ കണ്ടതാണ്. ഇറ്റ് ഈസ് എ ഡിഫിക്കൾട്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ് എക്സസൈസ് ഫോർ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ദിസ് ഡിസിഷൻ റിക്വയേഴ്സ് ആൻ ഓവറോൾ അസസ്മെൻറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ബെനഫിറ്റ്സ്. അതായത് ഫ്യൂച്ചർ ഇവൻസിനെ കുറിച്ച് ഒരു ഓവറോൾ അസസ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സിംപിളി നമ്മൾ അങ്ങോട്ട് വന്നിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഫേവറബിൾ ആയിരിക്കില്ല. അപ്പം നമ്മുടെ ഫ്യൂച്ചർ ഇവൻസ് അല്ലേ, ഫ്യൂച്ചറിൽ ഉണ്ടാക്കിയേക്കാവുന്ന ആ സംഭവ വികാസങ്ങൾ, അപ്പം അതിനെക്കുറിച്ച് ഒരു ഓവറോൾ അസസ്മെൻ്റൊക്കെ നടത്തിയതിന് ശേഷമേ ഏതെടുക്കാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസേർട്ടൻ ആണ്. അപ്പോൾ നമ്മൾ അത് നോക്കണം, എന്തൊക്കെ അൺസേർട്ടിനിറ്റീസ് ആണ് ഫ്യൂച്ചറിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഫ്യൂച്ചർ ബെനഫിറ്റും കോസ്റ്റും കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഫ്യൂച്ചർ കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ കൺട്രോളിലും ബിയോണ്ട് ദ കൺട്രോളിലും വരുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ബെനഫിറ്റ് ആൻഡ് കോസ്റ്റ് കറക്റ്റായിട്ട് മെഷർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഒന്ന് പറഞ്ഞു, ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, involvement of large amount of fund, then irreversible decision in capital budgeting, risk and uncertainty, difficulty to make decisions. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഏത് പറയുന്നത്, ഇമ്പോർട്ടൻസും പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 ടോപ്പിക്കാണ് പഠിച്ചത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞു, ദെൻ അതിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് പറഞ്ഞു, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് ബേസിക്കലി ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിംഗ് long term investment proposals or long term investment projects which maximize the shareholders or investors wealth. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചും ദെൻ അതിൻ്റെ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതും പറയാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുക, നോട്ട്സ് തയ്യാറാക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.